ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ കഴിക്കൊണ്ടിരിക്കുന്ന മറ്റൊന്നുമല്ല കേട്ടോ, കുറച്ച് ബീഫാണ്. അപ്പോൾ ബീഫ് റോസ്റ്റോ ബീഫ് ഫ്രൈയോ എന്തെങ്കിലും ഒന്ന് വൈകുന്നേരത്തേക്ക് വേണ്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അതിനെല്ലാം കൂടെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മുക്കുട്ടിയാണെങ്കിൽ ഇത് തോർത്തൊക്കെ കൊടുത്ത് വലിയ വാപ്പായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് കഥ കേൾക്കുകയാണ്, അതിൽ കഥ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ബീഫ് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം, എന്നിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് സെറ്റാക്കാം. അപ്പോൾ ബീഫ് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വേവിക്കാൻ വെച്ചിട്ടോ, വെള്ളമൊന്നും ചേർക്കാണ്ട്. ആ സമയം കൊണ്ട് ഇവന്മാർ ഫ്രിഡ്ജിനകത്ത് ഇന്നലെ ബിരിയാണി വെക്കാൻ സമയത്ത് ചേർക്കാൻ മറന്നുപോയ അണ്ടിപ്പരിപ്പ് മുന്തിരിപ്പഴം തിന്നാനുള്ള അടിയാണ് ആ കാണുന്നത്. പിന്നെ നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം പേസ്റ്റ് ആക്കി എടുത്തു. പിന്നെ കറിവേപ്പില രമ്പയില പുതിനയില മല്ലിയില എല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെന്ത ബീഫും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുരട്ടി കുറേ നേരം ഒരു 2 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കും. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ബാക്കിയുള്ളതുകൊണ്ട് എനിക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ ഇവർക്ക് ബീഫ് കറി ഇത്തിരി ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ ഈ ബീഫും കൂടെ ഫ്രൈ ചെയ്ത് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അതെല്ലാം മസാല പുരട്ടി 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിയിലോട്ട് ഒരു 1.5 സവാളയും വെളിച്ചെണ്ണയും കൂടി ഇട്ട് നല്ലോണം ഉപ്പും ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. വഴറ്റിയതിന് ശേഷം കുറച്ച് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ആവിയിലിരുന്ന് നല്ലോണം വഴണ്ടി വരും. അങ്ങനെ അടച്ചു വെച്ച് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫിനെ എടുത്ത് അങ്ങോട്ട് തട്ടി കൊടുത്ത് പിന്നെ അങ്ങോട്ട് അടച്ചു വെക്കണം കേട്ടോ. അടച്ചു വെക്കുമ്പോഴത്തേക്ക് അത് അവിടെ ഇരുന്ന് ഒന്ന് വെന്ത് വരും. ഇത്തിരി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കാപ്പിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇടിയപ്പം സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇടിയപ്പത്തിന് മാവെല്ലാം കുഴച്ചു തയ്യാറാക്കി ഇടിയപ്പം അടുപ്പത്തോട്ടാക്കി. ഇതിനിടയിൽ നമ്മളെ ബീഫ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നല്ലോണം ഒരു നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇടിയപ്പം കൂടി കഴിച്ചാലോ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.